പതാക വഹിച്ച എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത യുഎസിന് തിരിച്ചടി നൽകാൻ തയ്യാറായി റഷ്യ. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ യുഎസ് സൈന്യം പിടിച്ചെടുത്തതിനെ തുടർന്ന് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള മോസ്കോയുടെ ഉദ്ദേശം ഉറപ്പിച്ചു പറഞ്ഞ് ബുധനാഴ്ച ടാങ്കർ പിടിച്ചെടുത്തതിന് മറുപടിയായി യുഎസ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു മുതിർന്ന റഷ്യൻ നിയമസഭാംഗം വാഷിംഗ്ടണിന് കർശന മുന്നറിയിപ്പ് നൽകി. റഷ്യയിലെ സ്റ്റേറ്റ് ഡൂമ കമ്മിറ്റി ഓൺ ഡിഫൻസിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനും റഷ്യൻ പാർലമെന്റിലെ അലക്സി ഷുറാവ്ലെവ് ജനുവരി 7-ന് മുൻപ് ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന ടാങ്കർ മരുനീര നിരോധിച്ചതിനെ പൂർണ്ണമായ കടൽക്കൊള്ള എന്ന് വിളിക്കുകയും കപ്പൽ റഷ്യൻ പതാക വഹിച്ചിരുന്നതിനാൽ റഷ്യൻ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണത്തിന് തുല്യമാകുകയും ചെയ്തു. മോസ്കോ സൈനികമായി പ്രതികരിക്കണമെന്നും റഷ്യ ടോർപിഡോകൾ ഉപയോഗിച്ച് ആക്രമിക്കണമെന്നും അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ 2 ബോട്ടുകൾ മുക്കണമെന്നും ഷുറാവ്ലോവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. വെനിസ്വേലയിലെ സമീപകാല പ്രവർത്തനങ്ങളെ തുടർന്ന് അമേരിക്ക ശിക്ഷാ നടപടികളില്ലാതെ പ്രവർത്തിച്ചുവെന്ന് നിയമനിർമ്മാതാവ് ആരോപിച്ചതിനാൽ ഇതുപോലുള്ള നടപടികൾ മാത്രമേ യുഎസിനെ തടയൂ എന്ന് ഷുറാവ്ലേവിന്റെ അഭിപ്രായമുണ്ട്. ദേശീയ താൽപര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ വിഭാവനം ചെയ്യുന്നുവെന്നും അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം റഷ്യയുടെ സൈനിക സിദ്ധാന്തത്തെയും പരാമർശിച്ചു. ഒരു സായുധ അമേരിക്കൻ കപ്പൽപ്പട ഒരു സിവിലിയൻ കപ്പൽ പിടിച്ചെടുക്കുന്നത് കടൽക്കൊള്ളയുടെ ഏറ്റവും സാധാരണമായ രൂപമാണിത്. നമ്മുടെ ദേശീയ പതാകയ്ക്ക് കീഴിൽ ടാങ്കർ സഞ്ചരിക്കുന്നതിനാൽ ഇത് അടിസ്ഥാനപരമായി റഷ്യൻ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണത്തിന് തുല്യമാണ്. ഇതിന് നിസ്സംശയമായും കഠിനമായും വേഗത്തിലും മറുപടി നൽകണം. അത്തരമൊരു സാഹചര്യത്തിന് മറുപടിയായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പോലും നമ്മുടെ സൈനിക സിദ്ധാന്തം അനുവദിക്കുന്നുവെന്നും റഷ്യൻ എംപി പറഞ്ഞു. കൂടാതെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഒരു റഷ്യൻ അന്തർവാഹിനിയും മറ്റ് ചില റഷ്യൻ കപ്പലുകളും കപ്പലിന് സമീപം എവിടെയോ ഉണ്ടായിരുന്നു. ടോർപിഡോകൾ ഉപയോഗിച്ച് ആക്രമിക്കുക, 2 അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കട്ടറുകൾ മുക്കുക, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അവരുടെ തീരങ്ങൾ സംരക്ഷിക്കാൻ അവയ്ക്ക് തികച്ചും കഴിവുണ്ട്. വെനിസ്വേലയിലെ പ്രത്യേക ഓപ്പറേഷനു ശേഷം ശിക്ഷയില്ലാതെ ഒരുതരം ആനന്ദം ആസ്വദിക്കുന്ന യുഎസിനെ തടയാനുള്ള ഒരേ ഒരു മാർഗം ഇതുപോലെ മൂക്കിൽ അടിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളുടെയും ആണവായുധ ശേഖരം കണക്കിലെടുക്കുമ്പോൾ റഷ്യൻ എംപിയുടെ പ്രസ്താവന ഒരു മൂർച്ചയുള്ള വർധനവായി കണക്കാക്കാം. അതേസമയം 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് ഉയർന്ന സമുദ്രജലത്തിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ബാധകമാണ്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു സംസ്ഥാനത്തിനും അവകാശമില്ല. ഗതാഗത മന്ത്രാലയം കൂട്ടിച്ചേർത്തു. യുഎസ് യൂറോപ്യൻ കമാൻഡിന്റെ എക്സിലെ ഒരു പോസ്റ്റ് അനുസരിച്ച് ടാങ്കർ യുഎസ് ഉപരോധങ്ങൾ ലംഘിച്ചുവെന്നും ഓപ്പറേഷന് മുൻപ് യുഎസ് കോസ്റ്റ് ഗാർഡ് കട്ടർ മൺറോ അതിനെ ട്രാക്ക് ചെയ്തുവെന്നും പറയുന്നുണ്ട്. യുഎസ് ഫെഡറൽ കോടതി പുറപ്പെടുവിച്ച വാറന്റ് പ്രകാരമാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് കമാൻഡ് ചൂണ്ടിക്കാട്ടി. ആദ്യം ബെല്ല 1 എന്ന് പേരിട്ടിരുന്ന ഈ ടാങ്കറിന് 2024 അനുമതി നൽകുകയും മറീനേര എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ എണ്ണക്കപ്പൽ അടുത്തിടെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറി. ഇത് തിരികെ കൊണ്ടുവരാൻ റഷ്യ ഒരു അന്തർവാഹിനി ഉൾപ്പെടെയുള്ള നാവിക ഉപകരണങ്ങളും അയച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.